എല്ലാവർക്കും നമസ്കാരം. ഫൗണ്ടേഴ്സ് ഫോർമുലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളെ കുറിച്ചിട്ടാണ് ഇതിനു മുന്നേ ഉള്ള എപ്പിസോഡുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ വീടുകൾക്ക് വേണ്ടിയിട്ട് വീടുകളിലെ ടോയ്ലറ്റ് വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിനും അതുപോലുള്ള മറ്റ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യുന്നതിനും കിച്ചണിൽ നിന്ന് വരുന്ന ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനും ഇതിന് ടോട്ടലായിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ ഒരു ട്രയൽ ബേസിസിൽ 2017 കാലഘട്ടത്തിൽ ചെയ്യുകയുണ്ടായി. അത് എനിക്ക് പരിചയമുള്ള ഒരു വീട്ടിലാണ് ആദ്യമായിട്ട് നമ്മളത് സജസ്റ്റ് ചെയ്തത്. അതൊരു പ്രീമിയം ബഡ്ജറ്റ് ഹൗസായിരുന്നു. അവരുടെ ആർക്കിടെക്റ്റായിട്ട് സംസാരിച്ചപ്പോൾ ആ കൺസെപ്റ്റ് അവർക്ക് ഇഷ്ടപ്പെടുകയും അവരതിന് ചെയ്യുന്നതിനൊരു നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നു. അങ്ങനെ ആ ഒരു സിസ്റ്റം നമ്മൾ ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അത് സക്സസ്ഫുള്ളായിട്ട് അവിടെ റൺ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് പരിചയമുള്ള എൻ്റെ ഫ്രണ്ട് സർക്കിളിലും ഫാമിലി സർക്കിളിലും പുതിയ വീടുകൾ പണിയുന്ന സ്ഥലങ്ങളിൽ ബയോഗ്യാസ് വിത്ത് സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നതാണ് കൺസെപ്റ്റ്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് വീടുകളിലുണ്ടാകുന്ന ജൈവമാലിന്യം അതിനകത്ത് തന്നെ സംസ്കരിക്കാം. അതുപോലെ തന്നെ ടോയ്ലറ്റ് വേസ്റ്റ് ഫിക്കൽ സ്ലെഡ്ജ് നമുക്കതിനകത്ത് മാനേജ് ചെയ്യാം. അതേപോലെ തന്നെ വീടുകളിലുണ്ടാകുന്ന ഗ്രേ വാട്ടർ, നമ്മളുടെ ബാത്റൂമിൽ നിന്ന് വരുന്ന സോപ്പ് കലർന്നിട്ടുള്ള വാട്ടർ, അതേപോലെ അടുക്കളയിൽ നിന്ന് വരുന്ന സോപ്പ് കലർന്നിട്ടുള്ള വെള്ളം, ഇതെല്ലാം കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യാവുന്ന ഒരു സിസ്റ്റമായിരുന്നു അത് 2017 മുതൽ ഇന്ന് വരേക്കും ഒരു 15ഓളം വീടുകളിൽ നമ്മളുടെ പരിചയത്തിൻ്റെ പുറത്ത് ചെയ്യുകയുണ്ടായി. അന്ന് ആ പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് ഇത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് കരുതിയിട്ടല്ല ചെയ്തത്. നമ്മളുടെ ഒരു കൺസെപ്റ്റ് അത് നമ്മളായിട്ട് കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നില്ല. ഓൾറെഡി ഒരു ട്രഡീഷണൽ സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് പുതിയൊരു ഡിസൈനിൽ കൊണ്ടുവന്ന് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ വീട്ടുകാരും, അത് എസ്പെഷ്യലി ആ വീടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ചെറിയ സ്പേസിനകത്ത് ഒരു 5 സെൻറ്റ് മുതൽ 15 സെൻറ്റ് വരെയുള്ള സ്ഥലത്ത് ഒരു വീട് നിർമ്മിക്കുന്ന, വളരെ അടുത്തടുത്ത് വീടുകൾ, അത് വില്ല പ്രൊജക്റ്റ് പോലെയുള്ള സ്ഥലങ്ങളിലോ അതല്ലെങ്കിൽ പുതിയ പ്ലോട്ട് ഡെവലപ്പ് ചെയ്ത് റെസിഡൻഷ്യൽ യൂണിറ്റുകൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മളുടെ ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഇന്ന് ആ 15 വീട്ടുകാരും വളരെ സന്തോഷകരമായിട്ട് അവർക്ക് വീട് പണിതതിൽ എല്ലാം തന്നെ ഒരു എബോവ് ആവറേജ് സൈസിലുള്ള വീടുകളായിരുന്നു. അവർക്ക് ആ വീടിൻ്റെ വലിപ്പത്തോടൊപ്പം തന്നെ ഈ ഒരു സിസ്റ്റം അവർക്ക് വീടിനകത്തുള്ള ടോട്ടൽ സിസ്റ്റത്തിൽ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റം ഇന്ന് അതാണെന്നുള്ളതും, ഏകദേശം കഴിഞ്ഞ 10 വർഷത്തിൻ്റെ അടുത്ത് ആ സിസ്റ്റം യാതൊരു തലവേദനയും ഇല്ലാതെ ദൈനംദിനം വരുന്ന അടുക്കള മാലിന്യം സംസ്കരിക്കുന്നതിനും ടോയ്ലറ്റ് വേസ്റ്റ്, സെപ്റ്റിക് വേസ്റ്റ് അതിൻ്റെ ടാങ്ക് ഫില്ലാവാതെ അതല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു ടാങ്കർ വിളിച്ച് ക്ലീൻ ചെയ്യേണ്ട സാഹചര്യങ്ങളൊന്നും വന്നിട്ടില്ല. അങ്ങനെ ടോയ്ലറ്റ് വേസ്റ്റിനും അടുക്കള മാലിന്യത്തിനും അതോടൊപ്പം തന്നെ മറ്റു വേസ്റ്റ് വാട്ടറിനും ഒരു കോമൺ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ബയോഗ്യാസ് വിത്ത് സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാനും സാധിക്കുകയുണ്ടായി. അത് വിജയകരമായിട്ട് ഇന്നും പ്രവർത്തിക്കുന്നുമുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ അത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് കരുതി ഇംപ്ലിമെൻ്റ് ചെയ്തൊരു കൺസെപ്റ്റ് ആയിരുന്നില്ല. പക്ഷേ ഏറ്റവും ഭംഗിയായിട്ട് കഴിഞ്ഞ 10 വർഷം പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ്. Northam's leading to zero waste.